നമസ്കാരം. വടക്കേ മലബാറിൽ പുരാതനമായിട്ടുള്ളതായ വിഷ്ണുമായ സ്വാമി ക്ഷേത്രമാണ് പുലിയടത്ത് ദേവസ്ഥാനം. ജാതി മതഭേദമന്യേ എല്ലാ ഭക്തന്മാരെയും ഈ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഓരോരുത്തരുടെ പ്രയാസങ്ങൾ ഭഗവത് ദർശനത്തിൽ കൂടെ കൽപ്പനയിൽ കൂടെ മനസ്സിലാക്കി ഭഗവാൻ അതിനുള്ളതായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതായ ഒരു സന്നിധിയാണ്. ഭഗവാന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ, ഭഗവാൻ ജലന്ധര നിഗ്രഹത്തിന് വേണ്ടിയിട്ട് കൂളിവാകാദേവി, കൂളിവാക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ, കാരണം പറഞ്ഞാൽ ശിവപാർവതി ദമ്പതികളിൽ ഉണ്ടായതാണ് ഭഗവാൻ. അതിന് പല രീതിയിലും ആൾക്കാർ പറയുന്നുണ്ട്. കാട്ടാള സ്ത്രീയിൽ ഇരുന്നതാണ്, കാട്ടാള വേഷത്തിൽ വന്നതാണ്. പക്ഷേ ഭഗവാൻ ജലന്ധര നിഗ്രഹത്തിന് വേണ്ടിയിട്ട് ബ്രഹ്മാവിൽ നിന്ന് ഈ ജലന്ധരൻ വരമാനിച്ചു. കാട്ടാള സ്ത്രീയിൽ ഉണ്ടാകുന്ന കുഞ്ഞിനെ കൊണ്ടേ എനിക്ക് നാശം വരാൻ പാടുള്ളൂ എന്ന്. ഭഗവാൻ സദാസ്തു, ശരി ആയിക്കോട്ടെ. അങ്ങനെ ദേവഗണങ്ങൾ മുഴുവനും ശ്രീ പാർവതി പരമേശ്വരൻ്റെ അടുത്ത് പോയി അപേക്ഷ, ജലന്ധരനെ കൊണ്ടും ഭൂലോകത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. കാരണം ഹോമാദി കർമ്മങ്ങളൊക്കെ ഇല്ലാതാക്കി. അങ്ങനെ പാർവതി പരമേശ്വരൻ ശിവപാർവതിൻ്റെ അടുത്ത് പോയി ഭഗവാന്റെ അടുത്ത് പറയും, ഭഗവാനെ ഞങ്ങൾക്ക് ഭൂലോകത്ത് നിൽക്കാൻ കഴിയുന്നില്ല, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ നായാട്ടിനായിട്ട് എഴുന്നള്ളും. ആ സമയത്ത് കാട്ടാള സ്ത്രീയിൽ ഭഗവാൻ ഉണ്ടാവും. ഈ ജലന്ധരം നിഗ്രഹിക്കുന്നുള്ളതാണ് ഭഗവാൻ ആർക്ക് പറഞ്ഞു കൊടുത്തത്? ദേവഗണങ്ങൾക്ക്, ഭൂലോക ജനങ്ങൾക്ക്. അങ്ങനെ ഭഗവാൻ ഈ 12ാമത്തെ വർഷം നായാട്ടിനായിട്ട് പരമേശ്വരൻ വരികയും ഒരു പാട്ട് കേൾക്കുകയാണ്. മലയ രാജാവിൻ്റെ മോള് കൂളിഭാഗ. കാരണം പറഞ്ഞാൽ അപ്പം ഭഗവാൻ പറയണം, കാട്ടിൽ ജനിച്ചിട്ടുള്ള ഞാൻ, അല്ലെങ്കിൽ കാട്ടിൽ ഞാൻ നായാട്ടിന് വന്നുള്ള ഞാൻ, ഇത്രയും ഒരു സ്വരമാതിരിയായിട്ടുള്ളതായൊരു പാട്ട് കേൾക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഭഗവാൻ കാണാൻ വേണ്ടി പോയപ്പോൾ നല്ലൊരു കുട്ടി, ആ കുട്ടി ഈ ഭഗവാന്റെ അടുത്ത് ഭഗവാൻ പറയാണ്, ഞാൻ നായാട് കഴിഞ്ഞ് വരുമ്പോഴേക്ക് എനിക്കുള്ളതായ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ആ തപശക്തിയിൽ കൂളിഭാഗ അവർ പ്രാർത്ഥിക്കുന്നതായ ദേവത ശ്രീ പാർവതിയെ, അയ്യോ നിങ്ങളുടെ ഭർത്താവാണ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, കുഴപ്പമില്ല, എൻ്റെ അവതാരമായിട്ട് ഞാനിവിടെ നിൽക്കാം. കാരണം കൂളിഭാഗിയായിട്ട് ശ്രീ പാർവതി വരികയും നായാട്ട് കഴിഞ്ഞതിന് ശേഷം ഭഗവാനും വന്ന് ശയിച്ചു. അതിലുണ്ടായ മോനാണ് ശ്രീ വിഷ്ണുമായ സ്വാമി.